Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ iPhone 17ന്റെ ഒരു ഓൾമോസ്റ്റ് 1 month റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ട് 1 month ആയിട്ടില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 25 ഡേയ്സ് ഒക്കെ എന്തായാലും ആയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഇനീഷ്യൽ ഡേയ്സ് തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് വാങ്ങിച്ചത് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നാണ്. നമ്മുടെ ആപ്പിൾ ഷോറൂം നമ്മുടെ കൊച്ചി എടപ്പള്ളി ലുലു മോളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇമാജിൻ്റെ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. 8 GB 256GB വേരിയൻ്റ് ആണ്. വൈറ്റ് കളറാണ്. ഇത് കേസ് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ പേരായി ചോദിക്കുന്നു. ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് MFI സർട്ടിഫൈഡ് ഒരു ബ്രാൻഡാണ് ഇവരുടെ. അതായത് മെയ്ഡ് ഫോർ ആപ്പിൾ അല്ലെങ്കിൽ മെയ്ഡ് ഫോർ ഐഫോൺസ് എന്ന് പറയാൻ അവരുടെ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ബ്രാൻഡാണ്. ഇവർക്ക് ഇത് കേസ് മാത്രമല്ല കുറേ ചാർജേഴ്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗ്രിപ്പ് എന്ന് അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. എന്താ വെച്ചാൽ ഈ MFI സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾക്കാണല്ലോ മെയിൻലി പറയാം. പക്ഷേ MFI സർട്ടിഫൈഡ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയുന്നത് ഗ്രിപ്പിന്. ഇവർക്ക് കേസ് ഉണ്ട്, ടെമ്പേഴ്സ് ഒന്നും അറിയില്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇമാജിൻ്റെ ഷോറിൽ പോയി കഴിഞ്ഞാലും കിട്ടും ഈ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. പക്ഷേ അവിടെ വില കൂടുതലായിരിക്കും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് 1600 രൂപയ്ക്കാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉണ്ട്. ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ എന്തായാലും കേസ് വരാം. കിടിലൻ കേസാണ്. ഡ്രോപ്പ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ്. 12 ഫീറ്റ് അതിനെന്തോ ഒരു രക്ഷയില്ലാത്ത കേസാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറേ പേരെ ചോദിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മമാര് ലുക്ക സാധനം. ഇതിൻ്റെ ഒരു ബ്ലൂ കളറും ഉണ്ട്. കിടിലൻ ലുക്കാണ്. ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. ഞാൻ രണ്ടിലും കൊടുത്തേക്കാം, ടാഗ് ചെയ്തേക്കാം. അതിൻ്റെ കുറേ മോഡൽസും ഉണ്ട് ഗ്രിപ്പിന്. ഇത് മാത്രമല്ല കേട്ടോ, സ്ലിം ആയിട്ടുള്ള മോഡലുകളും ഉണ്ട്. ഇത് അത്ര സ്ലിം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ വാങ്ങിച്ചതിൻ്റെ കഥ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേ കാലമായിട്ട് ആപ്പിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ പ്രൈമറി ഡിവൈസ് ഒന്നുമല്ല. ഞാനിതെൻ്റെ 3ാമത്തെ സിമ്മിൽ ഇട്ടേക്കുന്നത്, ഓഫീസ് സിമ്മാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുക യൂസേജ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമ്മൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പഠിച്ച് വെച്ചിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് പറയുന്നില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അൺസ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്ലിം അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് പറയാൻ പോകുന്നത് ഡിസ്പ്ലേയുടെ കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ മനസ്സിലാകാനായിരിക്കും, നമ്മുടെ iPhone 17 Proൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിടിലൻ ഡിസ്പ്ലേ, തിൻ ബെസൽസ്. ശരിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ iPhone 17 ആണോ 17 Pro ആണോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂപ്പർ ബ്രൈറ്റ്നസ്, സൂപ്പർ എന്താ പറയുക ടച്ച് റെസ്പോൺസ് ആയിക്കോട്ടെ, എന്താ പറയുക ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വന്നു. ഇപ്പോൾ പണ്ടതിൽ നമ്മുടെ ബേസ് വേരിയൻ്റിലൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് നമ്മുടെ 17 Proൻ്റെ അതേ ഡിസ്പ്ലേ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, എന്താ പറയുക ടച്ച് റെസ്പോൺസ് ആയിക്കോട്ടെ, എല്ലാം കിടിലനാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്ന സംഭവം. ഇപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. ഇതാണ് ബ്രൈറ്റ്നസ് ഒക്കെ കണ്ടു. നല്ല കിടിലൻ സാധനമാണ്. എൻ്റെ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ടോപ്പ് ഡിസ്പ്ലേ 10 out of 10 തന്നെ കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ പറയുന്നത് പ്രോസസ്സറിൻ്റെ കാര്യമാണ്, പെർഫോമൻസിൻ്റെ കാര്യമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. ഒരു ലാഗോ സംഭവം ചെറുതായിട്ട്, പക്ഷേ ഈ iOS-ന്റെ പ്രശ്നങ്ങൾ കാരണം ചെറുതായിട്ട് ഷട്ടർ ലാഗ്, അതുപോലെ തന്നെ ചില സമയത്ത് സ്റ്റക്ക് ആവുന്ന പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ iOS 27 ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ബീറ്റ, പബ്ലിക് ബീറ്റ. iOS 26 ഉള്ളവർക്കും ചെറുതായിട്ട് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ഒന്നുണ്ട് iOS 27. ഭയങ്കരമായിട്ടില്ല. ഞാൻ അത് വാങ്ങിക്കുമ്പോൾ iOS നോർമൽ 26 ആയിരുന്നു. അപ്പോൾ ഇതിനായിട്ടും കൂടുതൽ ഷട്ടർ ലാഗും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഷട്ടർ ലാഗ് അല്ല, ലാഗ് വരിക ഇടയിൽ, പിന്നെ സ്റ്റക്ക് ആവുന്ന പരിപാടി. ഇപ്പോൾ പക്ഷേ അത് കുറച്ച് കുറവാണ്. അപ്പോൾ പെർഫോമൻസിനാലും പറയണമെന്നില്ല, നമുക്ക് ഗെയിം ആയിക്കോട്ടെ എല്ലാ സംഭവം കളിക്കാം. പക്ഷേ ചെറിയ സംഭവമാണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാൻ പറഞ്ഞതാണ്, ഡിസ്പ്ലേ സൈസ് ചെറുതാണ്, 6.3 ഉള്ളൂ. അത് ആണ് ഒരു ചിലവർക്ക് കോണായിരിക്കാം, ചിലർക്ക് പ്രോ ആയിരിക്കാം. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി വലിയ ഡിവൈസാണ് ഇഷ്ടം, പക്ഷെ അത് കൊണ്ടുനടക്കാൻ ഭയങ്കര സുഖമാണ്. അത് നമുക്ക് എന്തായാലും എൻ്റെ ബിൽ ക്വാളിറ്റിയിൽ പറയാം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊരു പ്രശ്നവുമില്ല. 8 GB റാമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചില സംഭവം ഇതിൽ വർക്ക് ചെയ്യില്ല. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. പ്രോയിലെ വർക്കില്ല, 12 GB റാം വേണം. അത് എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലത്തെ 18-ലും 9 GB റാമുള്ളൂ, 12 GB അതിലും വർക്ക് ചെയ്യില്ല. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്രൊസസ്സറിൻ്റെ കാര്യം. അതും നമുക്ക് വേണമെങ്കിൽ ഒരു 10 out of 10 കൊടുക്കാം. അടുത്ത ബിൽ ക്വാളിറ്റിയാണ്. ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽ ക്വാളിറ്റിയാണ് വരുന്നത്. ഇവരുടെ ലേറ്റസ്റ്റ് സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കിടലിനാക്കിയിട്ടുണ്ട്. പിന്നെ IP68 ആണ്, 69 ആക്കിയിട്ടില്ല ഇത്രയായിട്ട്. സാംസങ്ങിൻ്റെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഗൂഗിൾ പിക്സലിൻ്റെ പോലെ തന്നെ. ബാക്കി എല്ലാവരും 69K ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മുടെ വിവോയും ഒപ്പോ ഒക്കെ കളിക്കുന്നത്. ഇവർ എപ്പോഴും അത് തന്നെയാണ് കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് മെറ്റൽ ബിൽഡാണ് വരുന്നത്.
ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 150 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾ കേസ് ഇട്ടാൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് വെയിറ്റ് തോന്നുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ആർമർ കേസ് ഒക്കെ ഇട്ടാണെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നിക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കിത് കൊണ്ടുനടക്കാൻ ഭയങ്കര ഈസിയാണ്. ഭയങ്കര തിക്നെസ് എനിക്ക് തോന്നുന്ന 8 mm വന്നുണ്ട്. വലിയ കാര്യമായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ള സംഭവമൊന്നുമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിൻ്റെ കാര്യം പറയാം. ഇവിടെ നമുക്ക് ക്യാമറ ആ ബട്ടൺ വരുന്നുണ്ട്. ക്യാമറയുടെ നമ്മുടെ മ്യൂട്ടാക്കാണ് സംഭവമൊക്കെ ആയിട്ടുള്ള ബട്ടൺ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സൗണ്ടിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ക്യാമറ ബട്ടൺ വരുന്നുണ്ട്. ക്യാമറ ബട്ടൺ ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതായത് ക്യാമറ ഓപ്പൺ ചെയ്യാനൊക്കെ അവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാണ്ട് ആ സൂമിംഗ് ഒക്കെ കുറച്ച് പാടാണ്. പറയുമ്പോൾ നമുക്ക് ഈ ക്യാമറ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂം ചെയ്യാം, എന്താ സെൽഫി ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ കുറച്ച് പാടാണ് യൂസ് പോകാൻ, എസ്പെഷ്യലി കേസിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറേ പേര് പറയാറുണ്ട് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ അവർ ഇതിനോട്ടും പകരം നോർമൽ ബട്ടൺ പോലെ ആക്കായിരുന്നു ഇവർക്ക്. പറയുമ്പോൾ അമർത്തൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ സൂമിംഗ് ഒക്കെ ജസ്റ്റ് ടച്ചിങ്ങാണ്. അത് കുറച്ച് അതിനോട്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സോണിയുടെ ഉണ്ട് ഇങ്ങനെ ആക്കണ മൂവിങ് ആയിട്ട് സംഭവം അങ്ങനെ വെക്കായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിലും നമുക്ക് വേണമെങ്കിൽ ഒരു 10 out of 10 കൊടുക്കാം. വേണ്ട 9 out of 10 കൊടുക്കാം. IP68 തന്നെയാണല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ പോർട്ട് USB 2.0 ആണ്, അത് മാറ്റിയിട്ടില്ല. അതിന് നമുക്കൊരു 5 out of 10 കൊടുക്കാം. പിന്നെ എന്താ പറയാനുള്ളത്, ബാറ്ററിക്ക് ഞാനൊരു 6 out of 10 തന്നെ കൊടുക്കുള്ളൂ. 3600-3500 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അവിടെ കൊടുക്കാം. ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 150 mAh ഒക്കെ കൂടുതലുള്ളൂ. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് കൂടിയിട്ടുണ്ട്. 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതും ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് 50% ചാർജ് പെട്ടെന്ന് ചാർജ് ആവും. അതൊരു കിടലും സംഭവമാണ്. എൻ്റെ യൂണിറ്റിൽ എനിക്ക് അത്രയും വലിയ ഹീറ്റിംഗ് തോന്നിയിട്ടില്ല. പക്ഷേ കുറേ പേര് ഹീറ്റിംഗ് ഇഷ്യൂ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടായിരിക്കും. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പ്രൈമറി ഡിവൈസ് അല്ലാത്തതുകൊണ്ടും നമ്മളിപ്പോൾ AC ഒക്കെ ഇട്ടിട്ടാണ് സംഭവം ചെയ്തത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ചൂടുള്ള സമയത്ത് മിക്കവാറും ചൂടാവാൻ സാധ്യത. അത് വേറെ എന്താ വെച്ചാൽ നമുക്ക് വേപ്പർ കൂളിംഗ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. പ്രോയിലുണ്ട്, പ്രോയിൽ ഇതിനായിട്ടും കൂടുതൽ ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി പക്ഷേ നമുക്കൊരു 6 to 7 hours ഒക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 7.5 അല്ലെങ്കിൽ 8, ഡിപ്പെൻസ് അപ്പോൾ ഭയങ്കര ലിമിറ്റഡ് യൂസേജ് ഒക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ബാറ്ററി കുറച്ച് ഷോക്കാണ്. ബാറ്ററി ഹെവി വേണമെന്നുള്ളവർക്ക് എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും ദിവസത്തിൽ കേട്ടോ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. ആപ്പിളിലെ 40 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വേണം കറക്റ്റ് 40 വാട്ട് കിട്ടണമെങ്കിൽ. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ ബെൽക്കിൻ്റെയും നത്തിങ്ങിൻ്റെയും ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതും ടാഗ് ചെയ്തൊക്കെ വേണമെങ്കിൽ 65 വാട്ടിൻ്റെ ബെൽക്കിൻ്റെ, നത്തിങ്ങിൻ്റെ 65 വാട്ടിൻ്റെ, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ ആയാലും മതി. പിന്നെ സ്പീഗറിൻ്റെയും റിങ്കായുടെയും 65 വാട്ടിൻ്റെ PD ചാർജർ അല്ലെങ്കിൽ ക്യാൻ ചാർജർ കേട്ടോ. അപ്പോൾ അതാണ് ബാറ്ററിയുടെ അവസ്ഥ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് മെയിൻ എന്ന് പറയുന്നത് ക്യാമറയാണ്. അപ്പോൾ ക്യാമറയിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു 9 out of 10 കൊടുക്കും. ഇത് വീഡിയോന് മാത്രമല്ല, ഇൻക്ലൂഡിങ് പിക്സ് ആൻഡ് വീഡിയോ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഐഫോണിൻ്റെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഞാൻ 13 സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട്, 15 സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട്. ഞാൻ മെയിൻലി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വീഡിയോ ക്വാളിറ്റി സൂപ്പറാണ്, പക്ഷേ ഫോട്ടോ ഭയങ്കര പരിതാപകരമായിരുന്നു. പക്ഷെ അത് ഇവർ മാറ്റിയിട്ടുണ്ട്, എസ്പെഷ്യലി സെൽഫി ക്യാമറ. അതെനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ സൂം ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, 2 ലെൻസ് വരുന്നുള്ളൂ, ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല. പക്ഷെ നമ്മൾ ഒരു 6x വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് സൂം ചെയ്യാം. ഞാൻ അവിടെ കാണിച്ചിട്ട് ഫോട്ടോ സൂം ചെയ്തിട്ട് എടുക്കുമ്പോൾ വലിയ ക്വാളിറ്റി തോന്നില്ല. പക്ഷേ പ്രോസസ്സിംഗ് ആയിട്ട് വരുമ്പോൾ ഗാലറി പോയി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ സെൽഫി ക്യാമറ ഒരു രക്ഷയില്ല. നമ്മുടെ 18 മെഗാപിക്സലിൻ്റെ സ്ക്വയർ സെൻസറാണല്ലോ, കിടലിന് സാധനം. നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ പിടിച്ചാൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മോഡ് എടുക്കാം. അതൊക്കെ അതിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം. വീഡിയോ നമ്മൾ ഇട്ടേക്കാം. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും. ഇപ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി പിന്നെ ഞാൻ സ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് എന്തായാലും ഒരു 8 out of 10 എന്തായാലും കൊടുക്കും. മെയിൻലി കട്ട് ഡൗൺ ചെയ്യാൻ കാരണം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല. ഇപ്പോൾ പിക്സലടക്കം അവർ ഒരു 3 ലെൻസിൻ്റെ മോഡലാക്കി. ഇപ്പോൾ സാംസങ്ങിൻ്റെ ബേസ് വേരിയൻറ്റിലും ഉണ്ട്. അപ്പോൾ ഒരിതും ഇവർക്ക് അത് ആക്കാവുന്നതേ ഉള്ളൂ, ഒരാക്കാത്താണല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഈ 120 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് പ്രോ, അവരുടെ പേര് തന്നെ എങ്ങനെയാണ്, എന്താണ് പ്രോ ഡിസ്പ്ലേ, അങ്ങനെ എന്തോ പ്രോ ഫ്ലോ ഡിസ്പ്ലേ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അതായത് പ്രോ വേരിയൻറ്റിന് മാത്രമായിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമറയുടെ പരിപാടി ടെലിഫോട്ടോ ലെൻസ് പ്രോനുള്ളതാണ്. ഇവർക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണ്ടേ, അതിന് ഇപ്പോൾ ഇതൊരു തിട്ടു, അല്ലാണ്ട് ഇതിലിപ്പോൾ ഒന്നും മാറ്റം കൊണ്ടുവരില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത് കുറച്ച് കൊല്ലം കഴിയുമ്പോൾ ഇതിലേക്ക് ടെലിഫോട്ടോ ലെൻസ് വരും. ആപ്പിളിൻ്റെ അവസ്ഥയല്ല, ആപ്പിളും സാംസങ്ങും ഗൂഗിളും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് അവസ്ഥ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ. പിന്നെന്താ, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞില്ലേ.
പിന്നെ നമ്മുടെ പ്രൈസ് ഇപ്പം നമ്മുടെ 12GB 156GB പ്രൈസ് 83 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, വാങ്ങിക്കാൻ പ്ലാനുണ്ടെങ്കിൽ വാങ്ങിച്ചോളാം. എന്ന് വെച്ചാൽ പ്രൈസ് ഉറപ്പാണ് കൂടുന്നത്, അത് എപ്പോൾ കൂടുന്ന ഒരു പിടിയില്ല. എന്ന് വെച്ചാൽ ആപ്പിൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മിക്കതോടും അവർ ഈ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്നിട്ട് പ്രൈസ് കൂട്ടാനുള്ള പരിപാടി. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് പ്രൈസ് ഇപ്പോൾ ആക്ച്വലി പ്രോ മോഡലിന് വന്നിരിക്കുന്നത് 20,000 കൂടുന്നതാണ്. അതായത് ഇപ്പോൾ 1.30 ആണല്ലോ, 1.50 ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 18 പ്രോന് വരാൻ പോകുന്ന പ്രൈസ് 1.60, 1.70 റേഞ്ചിലാണ്. അപ്പോൾ നമ്മുടെ 17 പ്രോന് 1.50 റേഞ്ച് ആവും. ഐഫോൺ 18 വരാൻ പോകുന്ന ഓൾമോസ്റ്റ് 1 lakh അല്ലെങ്കിൽ 1 lakh അബോവ് ആവാൻ ചാൻസ്. ഇതിന് 95 രൂപ. ഐഫോൺ 17 95 to 96 ആ റേഞ്ച്, 97 ആ റേഞ്ചിലൊക്കെയാണ് വരാൻ പോകുന്നത് പ്രൈസ് കൂടിയിട്ട്. ഒരു 15-13 രൂപയൊക്കെയാണ് ഹൈക്ക് വരാൻ പോകുന്നത്. പ്രോന് 20, പ്രോ മാക്സിന് 20ന്റെ മുകളിൽ അങ്ങനെയാണ് കൂടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ റാം പ്രശ്നത്തിൻ്റെ കാര്യം എല്ലാ ബ്രാൻഡും കൂടുന്നുണ്ട്. അത് വേറെ കാര്യം. ഇവർ ഇത്രയും കാലം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കൂടുന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോഴും കൂടിയിട്ടില്ല. മിക്കവാറും അതിൻ്റെ സംഭവം തന്നെയായിരിക്കും, സ്റ്റോക്ക് കഴിയാൻ വേണ്ടി. ഇന്ത്യയിൽ ഭയങ്കര പ്രൈസ് സെൻസിറ്റീവ് ആണല്ലോ, അപ്പോൾ ഉള്ള സ്റ്റോക്ക് കഴിക്കാനുള്ള പരിപാടിയിലായിരിക്കും ഇവർ. എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യ വലിയ മാർക്കറ്റാണല്ലോ. പോരാത്തിന് 17 സീരീസ് ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ, അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, വേറെ കാര്യം. പക്ഷേ അത് സ്റ്റോക്ക് വേണമെങ്കിൽ കുറേ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളാം. 18 വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽസ് വരുന്നുണ്ടല്ലോ, അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇത്ര പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഇത്രയും പ്രൈസിന് തന്നെ തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഇത്രയും ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഡിവൈസിനൊന്നും ഈ സെയിൽസിൽ വലിയ കാര്യമുള്ള ഓഫറൊന്നും വരാറില്ല. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെയും അതൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. ഐഫോൺ 16 നല്ലപോലെ ഡിസ്കൗണ്ട് വരും, പക്ഷേ 17 വരുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല, ചാൻസും ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതം. പിന്നെ ഫ്ലിപ്കാർട്ടാണ് സാധനം, ഓഫർ വന്നാലും കയ്യിൽ കിട്ടേണ്ട സാധനം, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 1 month റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഐഫോൺ തന്നെ വേണമെന്നുള്ളവർക്ക് റെക്കമെൻഡ് ആണ്. അല്ലാത്തവർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതേ റേഞ്ചിൽ വരുന്ന ഫോണുകളാണ് നമ്മുടെ Find X9 അല്ലെങ്കിൽ വിവോയുടെ X300, പിന്നെന്താ ഇപ്പോൾ X300 FE ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഐഫോൺ 7 എടുക്കായിരിക്കും നല്ലത്. നമ്മുടെ ഒപ്പോയിൻ്റെ Find X9s കുറച്ച് ഓൾമോസ്റ്റ് കട്ടക്കായി നിൽക്കും. പക്ഷേ X9 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ X9 എടുത്താൽ മതി. ആൻഡ്രോയിഡ് യൂസർ വേണമെന്നുള്ളവർക്ക് കിട്ടാം. Find X300 കിട്ടാൻ ഇപ്പോൾ കുറച്ച് പാടാണ്. പിന്നെ ഈ കോമ്പറ്റീഷനിൽ വരുന്നത് വേറെ ഡിവൈസ് എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ OnePlus 15 ഒക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പിന്നെന്താ ഉള്ളത്, iQ15 ഇഗ്നോർഡ്. പിന്നെ Xiaomi 17 നല്ലതാണ്, പക്ഷെ പ്രൈസ് കൂടുതലാണ്. പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിന് അത്ര അധികം ഇപ്പം അതിൻ്റെ കുറച്ച് കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നും ഭയങ്കര മോശമാണ്, ഭയങ്കര ഷോക്കാണ്. പിന്നെ സർവീസും കുറച്ച് പ്രോബ്ലമാണ്. വിവോയുടെയൊക്കെ സർവീസും അറിയാമല്ലോ, ഒപ്പോനും വലിയ മോശമില്ലാത്ത സർവീസാണ്. വേറെ ഇപ്പോൾ ഫോണുകളൊന്നും ഇല്ല അല്ലേ. സാംസങ്ങിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇഗ്നോർ ചെയ്യാമെന്നേ പറയുള്ളൂ. S25 അൾട്ര എടുക്കുകയാണെങ്കിൽ എടുക്കാം, പക്ഷേ S26 നോർമലൊന്നും എടുക്കണ്ട. അതൊരു വിധ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ കണ്ടില്ലേ Pixel 11 ഇറങ്ങിയത്, സെൻസസ് ഒന്നും മാറ്റിയിട്ടില്ല. 11 പ്രോയിൽ മാത്രമേ അവന്മാരും മരുന്നുള്ളൂ, അതാണ് കുഴപ്പം. ആ 10.5 മെഗാപിക്സലിൻ്റെ സെൻസർ ഇപ്പോഴും ഉണ്ടായില്ല, സെൽഫിയും തന്നെ. മെയിൻ്റെ സൈസ് കൂട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവന്മാരുടെ കുഴപ്പം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തൊക്കെയാണ് മറക്കണ്ട, ലൈക്ക് അടിക്കാൻ, ഹൈപ്പ് അടിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ബൈ.